ഹലോ ഫ്രണ്ട്സ്, ഹാരീസ് ഫൈനാൻസ് സെയിൽസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്റ്റോക്ക് എസ് ഐ പിയും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്, ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ എന്നുള്ള 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതായത് അഡ്വാൻറ്റേജ്, എസ് ഐ പിയുടെ അഡ്വാൻറ്റേജ് കവർ ചെയ്യും, പിന്നെ ഡിഫറൻസ്, അതായത് മ്യൂച്വൽ ഫണ്ടും എസ് ഐ പിയും സ്റ്റോക്ക് എസ് ഐ പി എന്നുള്ള വ്യത്യാസം എന്താണെന്നും, അതിനകത്ത് ഏതാണ് ബെറ്റർ എന്നും ആർക്കാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ആവണമെന്നാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പ് സ്റ്റോക്ക് എസ് ഐ പിയുടെ ലൈവായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയാണ് സ്റ്റോക്കിൽ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ഒരു സെക്കൻഡ്. സ്റ്റോക്ക് എസ് ഐ പിന്ന് ലൈവായിട്ട് എങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ, അതായത് എല്ലാ മാസവും 15-ാം തീയതി ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഐ ടി സി സ്റ്റോക്കിൻ്റെ അകത്ത് ഓരോ മാസവും 5 ക്വാണ്ടിറ്റി വെച്ച് ബൈ ചെയ്യണ എസ് ഐ പി ചെയ്യുന്നതിന് ലൈവായിട്ടുള്ള ഫുൾ പ്രോസസ്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് പുറകെ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് എസ് ഐ പി ചെയ്യുന്നതെന്ന് ഉള്ളത്, അത് ലംസമായിട്ടും മ്യൂച്വൽ എസ് ഐ പി ആയിട്ടും ഏത് മോഡലാണോ ചെയ്യണത് അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് എക്സിക്യൂട്ട് ആക്കണമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ആൾക്കാർക്ക് ഈ 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു ലൈവ് ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യണം, എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ ഞാൻ എൻ്റെ ഓർഡേഴ്സിൽ പോവുകയാണ്. അപ്പോൾ ആദ്യം അത് ചെയ്ത് കിടക്കുന്ന കാണിച്ചു തരാം. ഹോം ടൂൾസിൻ്റെ അകത്ത് സ്റ്റോക്ക് എസ് ഐ പി എന്നുള്ള എടുക്കുകയാണ്. അപ്പോൾ എസിസ്റ്റൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ പി ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്. എല്ലാ മാസവും നെക്സ്റ്റ് എസ് ഐ പി ഡേറ്റ് കാണാൻ സാധിക്കും 15 ജാനുവരി 2024. എസ് ഐ പി എൻ്റെ ഡേറ്റ് 15 നവംബർ 2024. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാ മാസവും 15-ാം തീയതി ചെയ്യാൻ പാടില്ല, 12 യൂണിറ്റ് വെച്ച് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ആണ് കാണണമെങ്കിൽ എൻ്റെ ഓർഡർ ബുക്കിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടിൻ്റെ അകത്ത് ഡേറ്റ് മാറ്റി വെക്കാം. ഫ്രം ഡേറ്റ് ഒരു 14 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 14 വ്യൂ കഴിഞ്ഞ 15-ാം തീയതി ഓർഡർ എക്സിക്യൂട്ട് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ചെയ്ത പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഡെലിവറി മാർക്കറ്റ് പ്രൈസിലാണ് എസ് ഐ പി ചെയ്യുമ്പോൾ, സ്റ്റോക്ക് എസ് ഐ പി ചെയ്യുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ 2 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന എസ് ഐ പിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം ഞാൻ നീട്ടുന്നില്ല. എസ് ഐ പിയുടെ അഡ്വാൻറ്റേജ് ഷോർട്ടായിട്ട് പറയുകയാണ്. ഒന്ന് റുപ്പി കോസ്റ്റ് ആവറേജിങ് തന്നെയാണ് എപ്പോഴും. അതായത് നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ടൊരു ക്വാണ്ടിറ്റി മേടിക്കണമുണ്ട്. പ്രൈസ് കൂടുതലായാലും കുറഞ്ഞാലും, കൂടുതലായി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പൈസ മുടക്കേണ്ടി വരും. ഇപ്പോൾ പ്രൈസ്, സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റ് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെ റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കും എസ് ഐ പി ആകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരിക്കും നമ്മുടെ കയ്യിൽ പോർട്ട്ഫോളിയോയിൽ വരുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ. പിന്നെയുള്ള ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാമത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എസ് ഐ പിയുടെ. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് നോക്കിയില്ലെങ്കിൽ പോലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് പാട്ടൊക്കെ നടന്നിരിക്കും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ. അപ്പോൾ സ്റ്റോക്ക് എസ് ഐ പി ആണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് മേടിക്കും, മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആണെങ്കിൽ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എല്ലാ മാസവും കൃത്യമായിട്ട് മേടിച്ചിട്ടിരിക്കും. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ടി വരത്തില്ല. നോ നീഡ് ടു ടൈം അപ്പ് ദി മാർക്കറ്റ്. അതായത് മാർക്കറ്റ് ഹൈ ആണോ ലോ ആണോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ അല്ലാത്ത ടൈമാണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള എസ് ഐ പി ചെയ്യുകയാണെങ്കിൽ ഈ 12 മാസത്തിലായിരിക്കും ചില മാസങ്ങൾ മാർക്കറ്റ് ഹൈ ആയിരിക്കും, ചില മാസങ്ങൾ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. പക്ഷെ എല്ലാ മാസവും നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ടി വരത്തില്ല. എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ലോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും, ഹൈ ആണെങ്കിൽ നമുക്ക് ഹൈ ടൈമിലും സാധനങ്ങൾ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ആവറേജ് ഔട്ട് ചെയ്ത് വരും, മാർക്കറ്റിനെ കുറിച്ച് പറയേണ്ടതല്ല. പിന്നെ എസ് ഐ പിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു പൈസയ്ക്ക് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, സ്മോൾ എമൗണ്ടിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില വലിയ കമ്പനികൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്താണെങ്കിൽ ആ പോർട്ട്ഫോളിയോ എടുത്ത് കാണാൻ സാധിക്കും. അത് വലിയ കമ്പനികളിൽ വലിയ പ്രൈസുള്ള, അതായത് 1000, 10000 രൂപ 20,000 രൂപയൊക്കെ സ്റ്റോക്കിന് പ്രൈസുള്ള കമ്പനികളിൽ വരെ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളിൽ മേടിക്കുന്ന മാസം 5000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒക്കെ ആയിരിക്കും യൂണിറ്റ്സ് മേടിക്കുന്നത്.
അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് ആ ഒരു കമ്പനിയിൽ നമുക്ക് ചെറിയ എമൗണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണ് ഈ മ്യൂച്വൽ ഫണ്ട് SIP വഴിയോ ലംസം വഴിയോ നടക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് SIP വഴി നടക്കുന്നത്. ലംസമാണ് വലിയ എമൗണ്ട് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും, എന്നാലും നമുക്ക് യൂണിറ്റ്സ് മേടിക്കാൻ പറ്റും. പിന്നെയുള്ളത് ഏറ്റവും വലിയൊരു SIP അഡ്വാൻറ്റേജ് ആണ്, എല്ലാ SIPയിലും നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. മിനിമം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട് SIP ആണെങ്കിൽ 3 മാസം എന്ന് പറഞ്ഞാൽ മിനിമം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡ് കൊടുക്കേണ്ടി വരും, അതായത് 1% 2% കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എത്ര നാളത്തേക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എത്ര നാളെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനും പറ്റും. അതാണ് SIPക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് SIPയുടെ പവർ ഓഫ് കോമ്പൗണ്ടിങ് തന്നെയാണ്. സ്റ്റോക്കിൽ 2 രീതിയിൽ കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട്. ഒന്ന് പ്രൈസ് കൂടുന്നതനുസരിച്ചുള്ള കോമ്പൗണ്ടിങ് പ്രൈസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ റീഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതായത് ഡിവിഡൻഡ് കിട്ടുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കമ്പനികൾ തന്നെ അവരുടെ പൈസ എടുത്ത് വീണ്ടും കമ്പനിയിലെ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനിയുടെ പ്രൈസും കമ്പനിയും ഗ്രോ ഉണ്ട്. അപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്, അതായത് ഞാൻ ഈ പറഞ്ഞ 6 അഡ്വാൻറ്റേജ് ഒന്നുകൂടെയും ഷോർട്ട് ലിസ്റ്റാണ്. ഒന്ന്, പ്രൈസ് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ചെറിയൊരു എമൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആണ്, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം, എപ്പോഴും ക്ലോസ് ചെയ്യാം, എത്രയോളം കണ്ടിന്യൂ ചെയ്യാം. പിന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി SIPയുടെ അഡ്വാൻറ്റേജസ്. ഞാൻ പിന്നെ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് SIPയുടെ വലിയ പ്രോഫിറ്റ് ഇല്ല എന്നും പറഞ്ഞുള്ളത്. അത് വേറൊരു ഫാക്ടറാണ്, അത് കൺസിഡർ ചെയ്യുന്നവർ കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ അഡ്വാൻറ്റേജ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് SIPയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു. ഇനി ഞാൻ നമ്മുടെ പ്രൈം ടോപ്പിക്കിലേക്ക് വരുവാണ്. ഈ സ്റ്റോക്ക് SIPയും മ്യൂച്വൽ ഫണ്ട് SIPയും തമ്മിലുള്ള ഡിഫറൻസ്. 2 SIP നിങ്ങൾക്ക് ഈ 2 വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ അണ്ടർലൈൻ അസറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റോക്ക് SIPയിൽ കറക്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി ആ സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ഇത് കണ്ടല്ലോ, അതിൽ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഡയറക്റ്റ്ലി ITC എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്കിലേക്കാണ് SIP ചെയ്തേക്കുന്നത്. അതിനകത്ത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. ഞാൻ ചെയ്തേക്കുന്നത് ICICI ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തേക്കുന്നത്. അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും പ്രോസസ്സൊക്കെ സെയിം ആണ്. ഞാൻ ഈ കാണിച്ച പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. കറക്റ്റ് ആ അണ്ടർലൈൻ അസറ്റിലേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. SIPയുടെ എല്ലാ മാസവും 5 ക്വാണ്ടിറ്റി ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് SIP ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡെബിറ്റ് നോട്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്കാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ചിലൊരു 10 കമ്പനികളുടെ ക്യാപിറ്റൽ വെച്ചുള്ള ഒരു ഫണ്ട്, അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് നമുക്ക് തരുന്നത്. അല്ല നമുക്ക് ആ സ്റ്റോക്ക് അല്ല നമ്മൾ ബൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ആ കറസ്പോണ്ടിങ് ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ്, 10 യൂണിറ്റ് 20 യൂണിറ്റ് എത്ര യൂണിറ്റ് ആണോ നമ്മൾ മേടിക്കുന്നത്, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായിരുന്നു. സ്റ്റോക്ക് SIPയിൽ കറസ്പോണ്ടിങ് സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് SIPയിൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് അണ്ടർലൈൻ അസറ്റിലുള്ള ഡിഫറൻസ്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP ആണ് ബെറ്റർ. കാരണം ഒരു സെക്ടറിലോ അല്ലെങ്കിൽ പല സെക്ടറിലോ പല കമ്പനികളുടെ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അണ്ടർലൈൻ യൂണിറ്റിലേക്കാണ് മ്യൂച്വൽ ഫണ്ട് SIP പോകുന്നത്. പക്ഷേ സ്റ്റോക്ക് SIP ഒറ്റ ഫണ്ടിലേക്കാണ് പോകുന്നത്, അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ആ കമ്പനിയുടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത് മൊത്തം ഡൗൺ ആവും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് കേസിലാണെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ ഡൗൺ ആയാലും മറ്റൊരു കമ്പനി അപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ പല സെക്ടറിൽ ചെയ്യുന്നത് കാരണം ഒരു സെക്ടർ ഡൗൺ ആയി ഒരു സെക്ടർ അപ്പ് ആയാലും ആ ആവറേജ് ഔട്ട് ചെയ്തത് എപ്പോഴും ഒരു ആവറേജ് മൊത്തത്തിൽ നമ്മുടെ റിസ്ക് ഫാക്ടർ കുറച്ച് കുറവായിരിക്കും മ്യൂച്വൽ ഫണ്ട് SIP ആകുമ്പോൾ. സ്റ്റോക്ക് SIP ആണ് നമ്മൾ നല്ല സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. അത് ഡൗൺ ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ ആവും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് SIPയിലാണെങ്കിൽ കംപ്ലീറ്റ് സെക്ടർ ഡൗൺ ആവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് എല്ലാ പോർട്ട്ഫോളിയോ കിടക്കുന്ന എല്ലാ സ്റ്റോക്കും ഡൗൺ ആയാൽ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് SIPയുടെ ഫണ്ട് ഡൗൺ ആവത്തുള്ളൂ. പക്ഷെ അതിന് ഗ്രോത്ത് എന്നാലും ഇതുപോലെ തന്നെ ആവറേജ് ഔട്ട് ചെയ്ത് പോകും. ഈ വേറൊരു മ്യൂച്വൽ ഫണ്ട് SIP കിട്ടാൻ അഡ്വാൻറ്റേജ് തന്നെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ഉണ്ടാവും. പുള്ളി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അയാൾ മാനേജ് ചെയ്യുന്ന ഫണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ഇൻഡിവിജ്വൽ ചെയ്യുന്നേക്കാളും കൂടുതലായിരിക്കും. നമ്മൾ സ്റ്റോക്ക് SIP കൂടുതലും നമ്മൾ ഡയറക്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോളജ്, നമ്മുടെ ഐഡിയാസും നമ്മുടെ എന്താ പറയുക വിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഫണ്ട് മാനേജേഴ്സ് നല്ല രീതിയിൽ, കാരണം അവർക്ക് ആ ഫണ്ട് ഗ്രോ ചെയ്താലാണ് അവർക്കും കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ബാച്ച് എഫേർട്ട് ഇട്ടായിരിക്കും ആ ഫണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതും അണ്ടർലൈൻ അസറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്.
നമ്മുടെ സ്റ്റോക്ക് SIP-യിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്റ്റോക്ക് നമ്മൾ അതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം നടക്കുന്നത്. ഇനി കോസ്റ്റ് നോക്കാം. ഇവിടെയാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മ്യൂച്വൽ ഫണ്ട് SIP ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 to 3% ഈ ഫണ്ട് മാനേജർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ FM, അയാളുടെയും എൻ്റെ ടീമിൻ്റെയും കോസ്റ്റ് ആ ഒരു 1.5 to 3%, അതായത് നമ്മളിപ്പോൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 to 3 രൂപ ഇവരുടെ ചാർജായിട്ട് പോകും. ബാക്കി 98 രൂപ 99 രൂപയായിരിക്കും നമുക്ക് ആ യൂണിറ്റ് മേടിക്കുന്നതിനെ കിട്ടത്തുള്ളൂ. അത് എല്ലാ കൊല്ലവും നടക്കുന്ന പ്രോസസ്സാണ്. മീൻസ് നമ്മളിപ്പോൾ ഒരു കൊല്ലം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു കൊല്ലം ഈ 1.5 to 3% പിടിക്കും, അടുത്ത കൊല്ലവും പിടിക്കും. അപ്പോൾ എത്രയൊക്കെ ഗ്രോത്ത് ഉണ്ടായാലും ആ ഒരു 1.5 to 3% കുറച്ചുള്ള എമൗണ്ടാണ് നമ്മുടെ ഫണ്ടിലേക്ക് ആഡ് ആവത്തുള്ളൂ. പക്ഷേ സ്റ്റോക്ക് SIP-യുടെ കേസിലാണെങ്കിൽ നമുക്ക് ആ എക്സിക്യൂട്ടീവിന് ആ ചാർജ് മാത്രം, അതായത് ആ ബ്രോക്കറേജ് ചാർജ് മാത്രമാണ് പോകുന്നുള്ളൂ. മറ്റേ മ്യൂച്വൽ ഫണ്ട് SIP-യിലാണെങ്കിലും അതിൻ്റെ പ്രോസസിംഗ് ഫീ എന്ന് പറഞ്ഞൊക്കെ ചാർജ് ഓവറോൾ ഇതിൽ കട്ടാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കാരണം ഫണ്ട് മാനേജേഴ്സ് ഇടനിലക്കാർ അവർ ആരും ഇല്ലാത്തത് കാരണം നമ്മുടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണ 100 രൂപയും ശരിക്കും സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. അതാണ് ഒരു സ്റ്റോക്ക് SIP ചെയ്താണ് ഗുണം. മ്യൂച്വൽ ഫണ്ട് SIP-യിലാകുമ്പോൾ ആ 1.5 to 3% എപ്പോഴും നമുക്ക് ഫണ്ട് മാനേജേഴ്സിന് കോസ്റ്റായിട്ട് പോകും. അപ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ട്. കാരണം നമ്മൾ ആ പൈസ കൊടുത്താലും ചിലപ്പോൾ നമുക്ക് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഫണ്ട് കിട്ടും. പക്ഷെ അതുപോലെ നമ്മൾ നല്ല സ്റ്റോക്ക് നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ നല്ല സ്റ്റോക്കിലാണ് SIP ചെയ്യണമെങ്കിൽ നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. ഇനി അടുത്തൊരു ഇത് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് സ്റ്റോക്ക്. മ്യൂച്വൽ ഫണ്ട് SIP ആകുമ്പോൾ ഒരു ഫണ്ട് മാനേജറാണ് ഡിസൈഡ് ചെയ്യണത് ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്, അതായത് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അതല്ല നമുക്കതിന് യാതൊരു കൺട്രോളില്ല. ഇപ്പം നമ്മളൊരു കുറേ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് മേടിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഫണ്ട് മാനേജറിനോട് പറയാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ ഇന്ന സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. കാരണം അവരേതാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു അണ്ടർലൈൻ അസറ്റ് ആയിട്ടുള്ള ഫണ്ടിലേക്ക് ആണ് നമ്മുടെ പൈസ പോകുന്നു വരുന്നുള്ളൂ. പക്ഷെ അതേസമയം ഒരു സ്റ്റോക്ക് SIP ആണെങ്കിൽ നമ്മളാണ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഫണ്ട് ഏത് സ്റ്റോക്കിലേക്കാണ് പോകേണ്ടത്. ഇപ്പം എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കമ്പനിക്കാണ് ITCയും അല്ലെങ്കിൽ TCS ഒക്കെ. ഇപ്പം എൻ്റെ ഫണ്ട് അവിടേക്ക് കൂടുതൽ പമ്പ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം അതിനുള്ള ഗ്രോത്ത് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് ലെവലിൽ എല്ലാ കൊല്ലം ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് ഒരു 3 കൊല്ലത്തും കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു 50 to 80% ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രോത്ത് കൊണ്ടോ നല്ല രീതിയിൽ ഡിവിഡൻഡും കിട്ടും. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏതാ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് SIP കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് SIP-യിൽ നമുക്ക് യാതൊരു കൺട്രോളില്ല. ഫണ്ട് മാനേജർ എന്ത് ഡിസൈഡ് ചെയ്യുന്നോ അവിടെയും കംപ്ലീറ്റ് ഇൻവെസ്റ്റ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡിഫറൻസ്, അതായത് ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ ഡിഫറൻസ്, അണ്ടർലൈൻ അസറ്റിൻ്റെ അകത്തുള്ള ഡിഫറൻസ്, മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഡിഫറൻസ്, കോസ്റ്റ്, സെലക്ഷൻ ഓഫ് എ സ്റ്റോക്ക്. അപ്പോൾ എല്ലാ കാര്യത്തിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നു ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കാ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വലിയൊരു ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉണ്ട്, നല്ല സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് SIP ചെയ്യുന്നതാണ്ടാവും. കാരണം നമുക്കറിയാം നമ്മൾ എവിടെയാണ് ചെയ്യാൻ പോണേന്നുള്ളത്. പക്ഷെ അതേസമയം നമ്മളൊരു പുതിയൊരാളാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ നമുക്ക് നല്ലത് മ്യൂച്വൽ ഫണ്ട് SIP ആണ്. കാരണം അത് മാനേജ് ചെയ്യാൻ ഫണ്ട് മാനേജറിന് നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഫണ്ടൊക്കെ അവർ ചൂസ് ചെയ്തോളൂ. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ആളാണോ, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആൾ മാർക്കറ്റ് നോളജ് ഉണ്ട്, നല്ല നോളജ് ഉള്ള ആളാണെങ്കിൽ എപ്പോഴും നല്ലത് സ്റ്റോക്ക് SIP ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു പുതിയൊരാളാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫണ്ട് കമ്പാരിറ്റീവ്ലി സേഫ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ICICI ഡയറക്റ്റിലോ ഏഞ്ചൽ ബ്രോക്കിലോ സ്റ്റോക്കിലോ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 വീഡിയോ കാണണമെങ്കിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.